ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ കുടുംബശ്രീയുമായി ചേർന്ന് യൂണിവേഴ്സൽ ഐഡിയൽ സേവാ സമിതി മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു മികച്ച പരിശീലന കേന്ദ്രമാണ്. ഗ്രാമീണ യുവതികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള സൗജന്യ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുകയും തൊഴിൽ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് UISS എന്ന സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യം. UISS പരിശീലന കേന്ദ്രം ഏറ്റവും പുതുമയുള്ള പാഠ്യക്രമങ്ങളും പ്രായോഗിക പരിശീലന സംവിധാനങ്ങളും ഉൾക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. വിവിധ മേഖലകളിൽ തൊഴിൽ നേടാൻ പ്രാപ്തരാക്കുന്നതിനായി നൈപുണ്യ പരിശീലനത്തിനോടൊപ്പം വ്യക്തിത്വ വികസനം, ഭാഷാശൈലി മെച്ചപ്പെടുത്തൽ, അഭിമുഖ പരിശീലനം തുടങ്ങിയവയും പരിശീലനം നൽകുന്നു. വിവിധ യുവതികൾ ഈ കേന്ദ്രത്തിൽ നിന്നും പരിശീലനം നേടി വിവിധ പ്രമുഖ കമ്പനികളിൽ മികച്ച തൊഴിലവസരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ തീരദേശ ജില്ലകളിലെ യുവതികൾക്ക് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ UISS ഒരു മാർഗദർശിയാണ്. വെയർഹൌസ് പാക്കർ കോഴ്സ് പൂർത്തീകരിച്ച് ഫ്ലിപ്കാർട്ട് കോയമ്പത്തൂർ കേന്ദ്രത്തിൽ തൊഴിൽ കരസ്ഥമാക്കിയ സിഫാന CP എന്ന വിദ്യാർത്ഥിയുടെ വിശേഷങ്ങളിലേക്ക്. ഞാൻ സിഫാനാൻ്റെ ഉമ്മാണ്. നിറമരത്തൂര് 1-ാം വാർഡിലാണ്. ഞങ്ങൾ പുതിയ കടപ്പുറം നാസർപ്പടിയിലാണ് താമസം. മോള് മലപ്പുറം സാഗർമാല കോളേജിൽ 3 മാസം പഠിച്ച് കുടുംബശ്രീ വഴിയാണ് ഈ വിവരം ഞങ്ങൾ അറിഞ്ഞത്. നാസില, അസിനത്ത് എന്നിവർ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ആ വിവരം അറിയിച്ച്. സിഫാനക്ക് ജോലിക്ക് പോകണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സാറ് വിളിച്ചപ്പോൾ ഞങ്ങളങ്ങോട്ട് മലപ്പുറത്ത് വന്നപ്പോൾ അവിടെ ആ കോളേജിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞതിൻ്റെ ശേഷം സാറ് വിളിച്ച്. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പെട്ടെന്ന് വരണം. സാറ് വിളിച്ചിരുന്നു, എനിക്ക് വേഗവും സാധനങ്ങളൊക്കെ വേണം. അപ്പം ഞാൻ ഇവിടെ വന്ന് അവിടെ നിന്ന് തന്നെ വിളിച്ച് ഇപ്പാനോട് പറഞ്ഞ് തിരൂർ പോയി കുട്ടിക്ക് ബാഗ് വാങ്ങിക്കൊടുക്ക്. അങ്ങനെ കുട്ടി ബാഗെല്ലാം വാങ്ങി ഞാൻ വന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ എത്തി പൊന്നാനിന്ന്. അങ്ങനെ ഞാൻ ഓളെ കൂട്ടി ഞാനും ഉപ്പയും കൂടി മലപ്പുറത്ത് വന്ന് അവിടെ മീറ്റിംഗ് ഇരുന്ന്. ഓള് പറഞ്ഞ്, ഞാൻ വീട്ടിലിരുന്നാൽ ശരിയാവില്ല, എനിക്ക് പഠിക്കന്നെ വേണം, അങ്ങനെ എനിക്കൊരു ജോലി ആവണം, ഉമ്മാനെ ഉപ്പാനെ പോലെ ആവരുത്, ഞങ്ങളൊന്ന് ഉഷാറാവണം. എന്റെ 1.5 വയസ്സിന്റെ ഇളതാണ് എന്റെ അനിയത്തി ഷിഫാന. +2 കഴിഞ്ഞപ്പോ 88% മാർക്കുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ എന്തായാലും ഗവൺമെന്റിൽ കിട്ടും. അപ്പൊ എന്റെ ഇടയിൽ ഞങ്ങളെ കുടുംബത്തിൽ തന്നെ എന്റെ കൊടുത്തിട്ട് പൈസ കൊടുത്ത് ചേർത്തില്ല, ഫ്രീ ആയിട്ട് കിട്ടാണ്ട് ഗവൺമെന്റിൽ എന്റെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. തുടർന്നിട്ട് ഡിഗ്രി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് അവര് പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിലൂടെ എന്നെ അവിടെ എന്റെ പഠിത്തം സ്റ്റോപ്പായി. പിന്നെ +2 കഴിഞ്ഞവിടെ എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ അനുഭവം എങ്ങനെയാന്ന് അവൾക്കറിയാം. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി ഇല്ലാത്ത, സാലറി ഇല്ലാത്ത ഒരു വിഷമ അനുഭവമൊക്കെ അവൾക്കറിയാം. അപ്പൊ അവളിങ്ങനെ പറയും, ഇനിയിപ്പോ വാനിനെ പോലെ ഞാൻ എന്തായാലും ആവില്ല, എനിക്ക് എന്തായാലും ജോലി നേടിയിട്ടേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പേര് ഷിഫാന. ഞാൻ വരുന്നത് തിരൂർ മലപ്പുറത്ത് നിന്നാണ്. ഞാൻ +2 കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഞാൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് കുടുംബശ്രീ വഴി ഞാൻ അറിയുന്നത്. ആ ടൈമിൽ ഫാമിലിയിൽ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമായിരുന്നു. അപ്പോഴാണ് ഈ കോഴ്സ് ഫ്രീ ആണ്, ഗവൺമെന്റ് ആണെന്നുള്ളത് അറിയുന്നത്. അങ്ങനെ മലപ്പുറത്ത് നിന്ന് വിളിച്ചു. അപ്പോഴാണ് പറഞ്ഞത് എല്ലാം ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ ഫ്രീ ആണ് എന്ന് പറഞ്ഞത്. 3 മാസത്തെ കോഴ്സ്, അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്. അങ്ങനെ ഞാൻ അവിടെ പോയി എത്തി. എൻ്റെ ക്ലാസ് സാറ് അജിൻ സാറ് നല്ല സപ്പോർട്ടീവായിരുന്നു. ഞാൻ പഠിക്കാനൊക്കെ കുറച്ച് ബാക്കായിരുന്നു. അങ്ങനെ സാറും മിസ്സുമാരും എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. ഒക്കെ സപ്പോർട്ട് കൊണ്ട് ഞാൻ അങ്ങനെ 3 മാസം പഠിച്ചു. അങ്ങനെ ട്രെയിനിങ് ആയി, വർക്കായി. അങ്ങനെ ഞാനിപ്പോൾ ഒരു ജോലിയിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. അങ്ങനെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് USSനോട് ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എൻ്റെ പേര് അജിൻ ഷാദ്. ഞാൻ UISS സാഗർമാല GKY മലപ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഡൊമൈൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. സിഫാന CP എന്നുള്ള കുട്ടിയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടിരിക്കുന്നത്. സിഫാന CP എൻ്റെ ആദ്യ ബാച്ചിലെ കുട്ടിയായിരുന്നു. ആള് വന്ന സമയത്ത് തന്നെ കുറച്ചൊരു മടിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ബാക്ക് ബെഞ്ചിലായിരുന്നു ആൾ ഇരുന്നിരുന്നത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആൾക്ക് എഴുതാനും വായിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉള്ളതായിട്ട് മനസ്സിലായി. അങ്ങനെ നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ആ കുട്ടിയെ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇപ്പോൾ ആ കുട്ടി ഫ്ലിപ്കാർട്ടിൽ കോയമ്പത്തൂർ വെയർഹൌസ് പാക്കറായിട്ട് ജോലി നോക്കുന്നുണ്ട്. അവളെ കുടുംബത്തെ സഹായിക്കാനും സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പ് ഉണ്ടാക്കാനും ആ കുട്ടിക്ക് സാധിച്ചു. ഈ ഒരു കോഴ്സിനെ സഹായിച്ച സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും കുടുംബശ്രീക്കും പിന്നെ UISSന്റെ മാനേജ്മെന്റിനും ഞാൻ നന്ദി അറിയിച്ചോളൂ.